തീവ്രവാദം എന്നതുകൊണ്ട് CPM എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് CPM വ്യക്തമാക്കണമെന്ന് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ്. തീവ്രവാദത്തിന് അക്കാദമികമായ നിർവചനങ്ങൾ പ്രധാനമായി രണ്ടെണ്ണമാണ്. ഒന്ന്, ഒരു വ്യവസ്ഥാപിത ഭരണകൂടത്തെ സായുധമായി അട്ടിമറിക്കുക. ആ നിർവചനമാണ് CPM അംഗീകരിക്കുന്നതെങ്കിൽ അതിന്റെ പാരമ്പര്യമുള്ളത് ജമാഅത്തെ ഇസ്ലാമിക്കല്ല, CPIM-നാണ്. CPIM-ന്റെ പാർട്ടി കോൺഗ്രസ് നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണല്ലോ ഇത്. 1949 രണ്ടാം പാർട്ടി കോൺഗ്രസിൽ CPM കൽക്കത്ത CPM സായുധ ലൈൻ അംഗീകരിക്കുന്നത്. അങ്ങനെ തെലങ്കാനയിൽ ഇന്ത്യയിലെ വ്യവസ്ഥാപിതമായ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. 51 പാർട്ടി അത് പിൻവലിക്കുന്നത്. അത് ഞങ്ങൾ തെറ്റിതിരുത്തിയിട്ടുണ്ട് എന്നൊരു പക്ഷേ സഖാവ് പറഞ്ഞേക്കാം. ഇവിടെ തീവ്രവാദ പ്രവർത്തനം നടത്തിയ പാരമ്പര്യമുണ്ടായിട്ട് അത് തെറ്റിതിരുത്തി എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. അതേസമയം ജമാഅത്തെ ഇസ്ലാമി അതിന്റെ ആരംഭം മുതൽ അതിന്റെ ഭരണഘടനയിൽ പറയുന്നത് സമാധാനപരമായ മാർഗത്തിലൂടെ, രചനാത്മകമായ ശൈലിയിലൂടെ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. രാജ്യത്ത് വർഗീയ സംഘട്ടനമുണ്ടാക്കുന്നതോ വർഗസംഘർഷമുണ്ടാക്കുന്നതോ ആയ പ്രവർത്തന ശൈലി സ്വീകരിക്കുകയില്ല എന്നാണ്. ഇനി തീവ്രവാദത്തിന് പറയപ്പെടുന്ന മറ്റൊരു നിർവചനം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഹിംസ ഉപയോഗിക്കുക എന്നതാണ് അക്കാദമികമായി. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ തീവ്രവാദ പ്രസ്ഥാനം CPIM ആണ്. അങ്ങനെയുള്ള ഒരു പ്രവർത്തനത്തിന്റെ പാരമ്പര്യവും ജമാഅത്തെ ഇസ്ലാമിക്കില്ല. എന്നാൽ അജിംസെ, ഇത് രണ്ടുമല്ല തീവ്രവാദം എന്നതുകൊണ്ട് പിണറായി വിജയൻ അർത്ഥമാക്കുന്നത് എന്നെനിക്കറിയാം. കാരണം ഇന്ന് സാമ്രാജ്യത്വം സൃഷ്ടിച്ച ഇസ്ലാമോഫോബിയയുടേതായ ഒരു അന്തരീക്ഷമുണ്ട്. ഇവിടെ മ്യാൻമറില് ബുദ്ധ സന്യാസിമാര് റോഹിംഗ്യൻ മുസ്ലിങ്ങളെ കൊല്ലുന്നുണ്ട്. അതിന് ആരും ബുദ്ധ തീവ്രവാദം എന്ന് പറയാറില്ല. ശ്രീലങ്കയിൽ തമിഴ് ഹിന്ദുക്കളെയും അവിടെയുള്ള മുസ്ലിങ്ങളെയും ബുദ്ധ സന്യാസിമാർ കൊല്ലാറുണ്ട്. അതിന് ബുദ്ധ തീവ്രവാദം എന്ന് പറയാറില്ല. അമേരിക്ക ഒരുപാട് ആക്രമണങ്ങൾ ലോകത്ത് നടത്തുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഹിംസ നടത്തുന്നത് അവരാണ്. അതിന് അമേരിക്കൻ തീവ്രവാദമെന്നോ ക്രിസ്ത്യൻ തീവ്രവാദമെന്നോ പറയാറില്ല. CPIM നടത്തുന്ന കൊലപാതകങ്ങൾക്ക് രാഷ്ട്രീയ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ കൊലപാതക രാഷ്ട്രീയം എന്നാണ് പറയാറുള്ളത്. അപ്പൊ തീവ്രവാദം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മുസ്ലിങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ, അത് ആരാണോ ആരോപണം ഉന്നയിക്കുന്ന അവർക്ക് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങൾ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. മുഫിയ എന്ന് പറയുന്ന ആലുവയിൽ ആത്മഹത്യ ചെയ്ത, ഭർതൃപീഡനത്താൽ ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ ആ കേസിൽ ആലുവയിലെ യൂത്ത് കോൺഗ്രസുകാർ പ്രകടനം നടത്തിയപ്പോൾ ആ പ്രകടനത്തിൽ പങ്കെടുത്ത മുസ്ലിം ചെറുപ്പക്കാർക്കെതിരെ, യൂത്ത് കോൺഗ്രസുകാരായ ചെറുപ്പക്കാർക്കെതിരെ ഈ പിണറായി വിജയന്റെ പോലീസ് തീവ്രവാദം അക്യൂസ് ചെയ്തുകൊണ്ടാണ് കേസെടുത്തത്. 2002 ഗുജറാത്ത് കലാപം നടക്കുന്നത്. ആ കലാപത്തിന്റെ തൊട്ടുമുമ്പ് ഗോദ്രയിൽ തീവണ്ടിയിൽ ആക്രമണം നടക്കുന്നുണ്ട്. അതാര് നടത്തിയെന്നത് ഇന്നും ദുരൂഹമാണ്. പക്ഷെ അതിൽ കേസ് അക്യൂസ് ചെയ്യപ്പെട്ടത് മുസ്ലിങ്ങളാണ്. ആ കേസ് ചാർജ് ചെയ്യപ്പെട്ടത് തീവ്രവാദം തടയൽ നിയമപ്രകാരം UAPA പ്രകാരമാണ്. പിന്നീട് നടന്ന മുസ്ലിം വംശ ഉന്മൂലന കേസ്, അതിന് FIR ഉണ്ട്. അത് ചാർജ് ചെയ്തത്